ഈ നിമിഷം നമുക്ക് മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ വാർത്തയുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ തന്നെയാണ്. അവിടെ പോക്സോ കേസിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ഉമ്മയും മകനും ഇപ്പോൾ അവിടെ ഒരു ഇടത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി ഒക്കെ സമരം ചെയ്യുകയാണ്. അല്ലെങ്കിൽ കളക്ടറേറ്റിന് മുന്നിലിരുന്ന് നിസ്സഹായതയോടുകൂടി നമ്മളോട് സംസാരിക്കുകയാണ്. കയ്യിലൊരു ആടുൾപ്പെടെ ഉണ്ട്, മറ്റൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. ആ ഉമ്മ നേരത്തെ സംസാരിക്കുമ്പോൾ ഉമ്മ പറയുന്നുണ്ട്, ഞാനും എൻ്റെ മകനും ഈ ആട്ടുംകുട്ടികളുമായിട്ട് എവിടെയെങ്കിലും ഒന്ന് താമസിക്കാൻ ഒരിടം നൽകുമോ ആരെങ്കിലും എന്ന് വളരെ വേദനയോടുകൂടി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷഹീദുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ഷഹീദ്, വല്ലാത്ത കാഴ്ചയാണിത് കാണുമ്പോൾ. സമയം 9 മണിയായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ രാത്രിയിലൊക്കെ ആ ഉമ്മ പുറത്തുപോലും ഇറങ്ങിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ജീവിതത്തിലൊന്നും. മറ്റാരുമില്ലാതെ വേറെ ആരുമില്ല അവർക്ക് മറ്റൊരാളുടെ മുൻപിൽ ഇനി കൈനീട്ടാനില്ല. അംഗൻവാടി ടീച്ചറോട് സംസാരിച്ചപ്പോൾ ടീച്ചർ സമയമില്ല എന്ന് പറഞ്ഞു പോയി എന്നതുവരെ വളരെ ഗൗരവത്തിൽ പറയണമെങ്കിൽ ആശ്രയിക്കാൻ മറ്റാരുമില്ല എന്നുള്ളത് മനസ്സിലാവുകയാണ്. ഇവരുടെ ബാധ്യത അത് എത്രത്തോളമാണ്, ഇവരുടെ മറ്റ് പശ്ചാത്തലം എന്താണ്, കുടുംബ പശ്ചാത്തലം എന്താണ്, മറ്റു കാര്യങ്ങളും ഒപ്പം തന്നെ അവിടേക്ക് ആരെങ്കിലും എത്തുന്നുണ്ടോ? പക്ഷേ ആ കൊടിയ അനീതി, കടുത്ത അനീതി ഒരു മനുഷ്യരോട് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അനുഭവിക്കുന്നതിൻ്റെ വലിയ അനീതി നേരിട്ടൊരു കുടുംബമാണ്. 14 വയസ്സുകാരിയുടെ മകൾക്ക് നേരെ ലൈംഗിക പീഡനം ഉണ്ടാകുന്നു. അതിൻ്റെ കേസ് നടത്തിപ്പിൽ പോലീസ് ഈ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നില്ല, പ്രതികൾക്കൊപ്പം നിൽക്കുന്നു, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നില്ല. പോലീസിൻ്റെ തന്നെ ഈ അതിൻ്റെ അതിജീവിത അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടിയോട് ഉള്ള മോശമായ പെരുമാറ്റത്തെ തുടർന്ന് ആ പെൺകുട്ടിക്ക് ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അതിൻ്റെ കാരണം അവർ പറഞ്ഞിരുന്നു. അതായത് പോലീസ് യൂണിഫോമിൽ അവരെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സാഹചര്യം പോലെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അയൽവാസികളോടൊക്കെ പോലീസ് തന്നെ നേരിട്ട് ഈ കുട്ടിയെക്കുറിച്ചൊക്കെ വളരെ മോശമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉന്നത ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് തെറ്റായ നടപടിയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത്. പക്ഷേ അതിലൊന്നും കൂടുതൽ പ്രതികരണങ്ങൾ വേണം. ഈ സമയം ഇതിൽ വലിയ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ലിൻസി അവര് വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസറാണ്, നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ലിൻസി, ഇപ്പോൾ കളക്ടറേറ്റ് മുന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട ADM എന്നെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. സാറിനെയാണ് അവർ പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ അവർക്ക് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 17 വയസ്സുള്ള മകനും ഒരു അമ്മയാണുള്ളത്. പക്ഷെ അവർക്ക് നമ്മുടെ സർക്കാർ മന്ദിരങ്ങൾ, നമ്മുടെ ഷെൽട്ടർ ഹോമുകളിൽ ഷെൽട്ടർ വേണ്ട എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾക്ക് അവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാൻ സാധിക്കാതിരുന്നത്. നമ്മൾ എവിടെയായിരുന്നു അവർക്കൊരു ഷെൽട്ടർ ഒരുക്കിയത്? അത് സർക്കാരിന്റെ ഏത് സംവിധാനത്തിലാണ്? നമ്മൾക്ക് ഷോർട്ട് സ്റ്റേ ഹോം ഉണ്ട്, സഖി വൺ സ്റ്റോപ്പ് സെന്റർ ഉണ്ട്. അപ്പൊ എവിടെ വേണമെങ്കിലും അവർക്ക് ഷെൽട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ അവര് ഷെൽട്ടർ ഹോമിലേക്ക് മാറാൻ തയ്യാറല്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് നമുക്ക് ആ കാര്യത്തിൽ ഒന്നും നടപടിയെടുക്കാൻ സാധിക്കാതിരുന്നത്. ഇപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അവർക്ക് കയറി കിടക്കാൻ ഒരു വീട് ആരെങ്കിലും തന്നാൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെ ഇനി എങ്ങനെ സഹായിക്കാനാകും? ഇനി എങ്ങനെ സഹായിക്കാനാകും? നമുക്ക് മറ്റു ഇടപെടലുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാകും? ഈ രാത്രി 9 മണിയായിട്ടുണ്ട്. ഈ സമയത്ത് ഉമ്മയും +1 പഠിക്കുന്ന ഒരു മകനും അവിടെ വന്നിരിക്കുകയാണ്. അതെ സാറ്, ADM സാർ പറഞ്ഞത് കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നാണ്. അറ്റ് പ്രസന്റ് നമ്മൾക്ക് ഉടനെ ഒരു വീട് കൊടുക്കാൻ നമ്മളുടെ ഇപ്പോഴത്തെ സംവിധാനത്തിൽ സാധിക്കില്ലല്ലോ. പക്ഷെ അത് സർക്കാരിന്റെ ശ്രദ്ധയിലേക്കാണെങ്കിലും കലക്ടർ സാറിന്റെ ശ്രദ്ധയിലേക്കും കൊണ്ടുവരാമെന്നാണ് സാറ് ADM പറഞ്ഞിട്ടുള്ളത്. ഇല്ല, ഇപ്പൊ എന്ത് ചെയ്യാനാകും? ഇനി ഈ രാത്രി മുഴുവൻ അവരവിടെ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണോ? എന്തെങ്കിലും ഇടപെടൽ നടത്താൻ പറ്റുമോ? നമ്മൾക്ക് വനിതാ ശിശു വികസന വകുപ്പിന് അവർക്ക് ഷെൽട്ടർ കൊടുക്കാനും ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ തന്നെ നമ്മൾ ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. അവര് സംസാരിച്ചിട്ടുണ്ട്. ഷെൽട്ടർ കൊടുക്കാനുമാണ് നമ്മൾക്ക് സാധിക്കുമായിരുന്നത്. ഇപ്പോൾ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു പ്രതിനിധി അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ? ഈ രാത്രിയിലാണ് അവരവിടെ വന്നിരിക്കുന്നത്. നമ്മൾ അത് ഇമ്മീഡിയറ്റ്ലി ഒരു 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ അവരെ അവരുടെ അടുത്ത് പോവുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരം അറിഞ്ഞ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ കൗൺസിലർ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവര് ഹോമിലേക്ക് മാറാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് തിരികെ വരേണ്ടി വന്നത്. അല്ല, ഇനി ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളതാണോ? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വകുപ്പിന്റെ സേവനങ്ങൾ അവർക്ക് ഇപ്പം വീട് കൊടുക്കാൻ ഇപ്പം ഞങ്ങളുടെ വകുപ്പിന് എത്ര സെന്റ് സാധിക്കില്ലല്ലോ. നമ്മളെ വകുപ്പിന്റെ സേവനങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കാമെന്ന് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അതവർക്ക് അവർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അല്ല, ആയിരുന്നില്ല എന്ന് പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്ത്രീ, പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ്, ഒരു മകനുണ്ട്, കയ്യിൽ ആട്ടുംകുട്ടികളൊക്കെ വന്ന് നമ്മുടെ കളക്ടറേറ്റിന് മുൻപിൽ വന്നിരിക്കുകയാണ്.
അവിടെ അവർക്ക് വേണ്ട ഒരു സംരക്ഷണം ഒരുക്കേണ്ടത് വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉത്തരവാദിത്വത്തിന് കീഴിൽ വരില്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് ഒരാൾ ഷെൽട്ടർ ഹോമിലേക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് അവരെ കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. എന്നാൽ ഈ രാത്രി നിങ്ങൾ അവിടെ ഇരുന്നോളൂ എന്നുള്ളതാണോ? അല്ല, നമ്മൾ അവരോട് അത്തരത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾക്ക് വരാം, മോനെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റാം, CWC അറിയിക്കുകയും മോനെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റാമെന്നും അമ്മയ്ക്ക് ഷെൽട്ടർ കൊടുക്കാമെന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അക്കാര്യത്തില് നമ്മൾക്ക് അവരത് സ്വീകരിക്കാത്തത് കൊണ്ടാണ് നടപടി എടുക്കാൻ സാധിക്കാതിരുന്നത്. മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന കാര്യങ്ങളാണ്. പോലീസിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്, കുടുംബത്തിനെതിരെ മോശമായിട്ടുള്ള രീതിയിൽ അപകീർത്തി പരത്തിയെന്നൊക്കെ. അത് മുൻപ് മകള് സൂയിസൈഡ് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതന്ന് കുറച്ച് മുമ്പാണ്. നമ്മളെ വകുപ്പ് അതിൽ ഇടപെടുകയുണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോ ഈ അമ്മയുടെ നമ്മുടെ ശ്രദ്ധയിൽ വന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു, നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷെ അവരുടെ ഒരു തീരുമാനം മറിച്ചായതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. ശരി, ലിൻസി ആണ് സംസാരിച്ചത്. വനിതാ ശിശു വികസന വകുപ്പിൽ ഓഫീസറാണ്.